എബിടോക്സ് മലയാളത്തിന്റെ പുതിയൊരുടലിലേക്ക് സ്വാഗതം. അങ്ങനെ സീസണിൽ മറ്റൊരു പരാജയം കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോവുകയാണ് ബ്ലാസ്റ്റേഴ്സ്. 11 കളികളിൽ നിന്നും 11 പോയിന്റുമായി 10ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ സീസണിൽ പ്രതീക്ഷകൾ ബാക്കിയുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ ഈ പ്രകടനം വെച്ച് അതിന് സാധിക്കുമോ? സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ള പ്ലേ ഓഫ് പ്രതീക്ഷകൾ കണക്കുകൾ വെച്ചുകൊണ്ട് പ്രകടനം അടിസ്ഥാനമാക്കിയും വിലയിരുത്തുന്ന ഒരു വീഡിയോ ആണിത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടീമിന്റെ പ്രകടനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ടീമിന്റെ ആദ്യ ചില മത്സരങ്ങൾ കഴിയുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത കളിയായിരുന്നു. ഇൻഡിവിജ്വൽ എറേഴ്സ് കൊണ്ടൊക്കെയാണ് പരാജയപ്പെടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ ആ ഇൻഡിവിജ്വൽ എറേഴ്സ് പല താരങ്ങളിലൂടെ തുടർക്കാഴ്ചയാവുന്നതും ഡിഫൻസ് മറന്നുകൊണ്ട് അറ്റാക്കിലേക്ക് പോകുന്ന കളിശൈലിയുമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കയറി വരാൻ അനുവദിച്ചുകൊണ്ട് ഒരു ഡിഫൻസീവ് ഗെയിം കളിച്ചുകൊണ്ട് കൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താം എന്ന കാര്യം വലിയ രീതിയിൽ കഴിഞ്ഞ കുറെ കളികളിലായി തുറന്നു കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ ഹൈലൈൻ ഡിഫൻസ് ബ്ലാസ്റ്റേഴ്സിന് പറ്റുന്നില്ല എന്ന് കണ്ടിട്ടും ഈ ഒരു ശൈലി തന്നെ തുടരുന്നതാണ് മിക്കാൽ സ്റ്റെഹ്റയുടെ ഒരു മോശം തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ഡിഫൻസീവ് ഡിസിപ്ലിൻ തന്നെയാണ് മിക്കാൽ സ്റ്റെഹ്റയും ഇവാൻ വെക്കുമനോവിച്ചും തമ്മിലുള്ള വലിയ വ്യത്യാസം. ഡിഫൻസീവ്ലി ഒരു മിഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ലോ ബ്ലോക്ക് കളിച്ച് കൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ ബംഗളൂരുവിനെ പൂട്ടാം എന്ന കാര്യമാണ് ബംഗളൂരുവിന്റെ ഇതിനു മുമ്പുള്ള കളിയിൽ ഒഡീഷ തുറന്നു കാണിച്ചതും അതിനു മുമ്പത്തെ കളിയിൽ പോയിന്റ്സ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സിനും താഴെയുള്ള മുഹമ്മദൻസ് ബംഗളൂരുവിനെ വിയർപ്പ് മുട്ടിച്ച കളിയിലും കണ്ടത്. ബംഗളൂരുവിന്റെ ഹോം മത്സരം കൂടിയായതിനാൽ ബ്ലാസ്റ്റേഴ്സും ഇത്തരത്തിലൊരു അപ്രോച്ചിലേക്ക് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കഴിഞ്ഞ കളികളിലെ അതേ ശൈലിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ കളിക്കും വന്നത്. എന്തായാലും അതിന്റെ ബലം റിസൾട്ടിലും കണ്ടു. എന്നാൽ ഇവിടെ കോച്ചിനെ മാത്രം കുറ്റം പറയുന്നതിൽ കാര്യമില്ല. മാനേജ്മെന്റ് അദ്ദേഹത്തിന് വേണ്ട ശക്തമായ ഒരു സ്ക്വാഡ് നൽകിയിട്ടില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ സീസണുകളിൽ തന്നെ ടീമിന് പ്രശ്നമായ റൈറ്റ് ബാക്ക്, റൈറ്റ് വിങ് തുടങ്ങിയ പൊസിഷനുകളിൽ ബാക്കപ്പ് എന്ന് മാത്രമല്ല കൺസിസ്റ്റൻസിയോടെ ലൈനപ്പിൽ കളിക്കാൻ കഴിയുന്ന താരത്തെ പോലും സൈൻ ചെയ്തിട്ടില്ല. അതിനുപരി ഈ സീസണിൽ ജീക്സിനെ വിറ്റയച്ച ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ യാതൊരു അഡിഷനും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല. എന്നാൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിനുള്ള സ്ക്വാഡും സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച പ്രകടനം നടത്തുന്ന പഞ്ചാബ്, നോർത്ത് ഈസ്റ്റ് തുടങ്ങിയ ടീമുകളുടെ സ്ക്വാഡും പരിശോധിച്ചാൽ ഇപ്പോഴത്തേക്കാൾ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ക്വാഡ് ബ്ലാസ്റ്റേഴ്സിനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അറ്റാക്ക് നിര മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ ടാക്ടിക്സിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തി ഡിഫൻസ് കൂടുതൽ ശക്തമാക്കാൻ കഴിഞ്ഞാൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണക്കുകൾ വെച്ച് നോക്കിയാൽ നിലവിൽ 11 കളിയിൽ നിന്നും 11 പോയിന്റുകളുള്ള ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ള 13 കളിയും ജയിച്ചാൽ 50 പോയിന്റ് വരെ എത്താൻ കഴിയും. എന്തായാലും നിലവിലെ പ്രകടനം വെച്ച് അതൊരു തമാശയായിട്ടേ കൂട്ടാൻ പറ്റൂ. ടോപ്പ് 6 എത്തുന്ന ടീമുകൾക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാമെന്നത് കൊണ്ട് തന്നെ 6ാം സ്ഥാനത്തെങ്കിലും എത്താൻ ഒരു കട്ട് ഓഫ് പോയിന്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് 28-നും 30 പോയിന്റിനും ഇടയിലാണ്. ഇതൊരു അസംഷൻ മാത്രമാണ്. എന്നാലും 25-നോ 26-നോ താഴെ പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ 30-ന് മുകളിലും പോയേക്കാം. 2 സീസണുകൾക്ക് മുമ്പ്, അതായത് 2022-23 സീസണിൽ ലീഗിൽ 11 ടീമുകൾ ഉണ്ടായിരുന്നപ്പോൾ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഒഡീഷയ്ക്ക് 20 കളിൽ നിന്നും 30 പോയിന്റും ലീഗിലേക്ക് പഞ്ചാബ് കൂടി വന്നതിന് ശേഷം 2023-24 സീസണിൽ, അതായത് കഴിഞ്ഞ സീസണിൽ 6ാം സ്ഥാനത്തെത്തിയ ചെന്നൈക്ക് 22 കളികളിൽ നിന്നും 27 പോയിന്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 30-31 പോയിന്റ് കട്ട് ഓഫ് ആക്കി നോക്കിയാൽ ബാക്കിയുള്ള 13 കളികളിൽ 6 കളിയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം, പിന്നെ 2 സമനില, എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് 31 പോയിന്റ് വരെ എത്താം. ഇതല്ല 5 വിജയങ്ങളാണെങ്കിൽ 4 സമനിലയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വന്നേക്കും. അതായത് എങ്ങനെ നോക്കിയാലും വിജയങ്ങളുടെ എണ്ണം 5-ഓ അതിന് മുകളിലോ നിർബന്ധമാണ്. 5-ൽ കൂടുതൽ വിജയങ്ങൾ നേടിയില്ല എങ്കിൽ പരാജയങ്ങളുടെ എണ്ണവും 5-ൽ താഴെ നിൽക്കണം. എന്തായാലും കഴിഞ്ഞ സീസണിൽ 6ാമതായി ഫിനിഷ് ചെയ്ത ചെന്നൈയിൻ FC സീസണിലെ ആദ്യ 11 കളികൾ കഴിയുമ്പോൾ 3 വിജയങ്ങൾ നേടി 12 പോയിന്റുകളുമായി 9ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ബാക്കിയുള്ള 13 കളികളിൽ അടുത്ത കളി ഉൾപ്പെടെ മോഹൻ ബഗാനുമായൊക്കെ 2 കളികൾ ബാക്കിയുണ്ട്. അടുത്ത കളി മോഹൻ ബഗാനെതിരെയാണ്. ഇതുപോലെയാണ് കളിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ ബംഗളൂരുവിനെ പോലെ ആയിരിക്കില്ല. അവിടെ ഗ്രെഗ് സ്റ്റിവാർഡ്, ജാമി മക്ലാരിൻ, ജേസൺ കമ്മിൻ, സ്പീഡി പ്ലേയേഴ്സായ ലിസ്റ്റൻ കൊലാസോ, മൻവീർ സിംഗ് തുടങ്ങി ഇതിലും അപകടകരമായ ഒരു നിരയാണ് ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയിൽ പോയി മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയ ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്താനായാൽ അത് വലിയൊരു ബൂസ്റ്റാകും ടീമിന് നൽകുക. ചുരുങ്ങിയത് ഒരു സമനിലയെങ്കിലും ലക്ഷ്യമിടണം. എന്തായാലും നിലവിലെ തിരിച്ചടികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയ വഴിയിലേക്ക് മടങ്ങിയെത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകളും അഭിപ്രായങ്ങളും കമന്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.